ആശാ വർക്കർമാർ സമരത്തിലേക്ക്. രാഷ്ട്രീയ പ്രേരിതമായ സ്ഥലം മാറ്റത്തിന് എതിരെയാണ് ആശാ വർക്കർമാരുടെ പ്രതിഷേധം. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ UDF ഭരണസമിതികളിലും UDF ജനപ്രതിനിധികളുള്ള സ്ഥലങ്ങളിലുമാണ് രാഷ്ട്രീയ കളി അരങ്ങേറുന്നത് എന്ന ആക്ഷേപമാണ് വന്നിരിക്കുന്നത്. രാജ്കുമാറുണ്ട് കൊല്ലത്തു നിന്നും. വിവരങ്ങളുമായി നോക്കാം. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. രാജ്കുമാർ, എന്താണ് ഇപ്പോൾ ആശാ വർക്കർമാർ ഇത്തരത്തിലൊരു സമരത്തിലേക്ക് പോകാനുള്ള കാരണം? അവരെ ഏത് വിധത്തിലാണ് രാഷ്ട്രീയം പറഞ്ഞു ദ്രോഹിക്കുന്നത്? ഇപ്പോൾ ആ ഇൻട്രോയിൽ മനു പറഞ്ഞതുപോലെ UDFിൻ്റെ പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ, മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഉള്ള സ്ഥലങ്ങളിൽ, അതേപോലെ അവിടെ തന്നെ അതേ സ്ഥാപനങ്ങളിൽ UDFിൻ്റെ വാർഡ് മെമ്പർമാരുള്ള സ്ഥലങ്ങളിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആശാ വർക്കർമാർ ഇനി എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും ശരി, അവരെ എല്ലാം രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി മാറ്റുക. അവർക്കിഷ്ടമുള്ള ആളുകളെ, ഇപ്പം മഹിളാ കോൺഗ്രസിൻ്റെ സ്ഥാനമാനങ്ങളിലുള്ളവരോ അല്ലെങ്കിൽ ലീഗിൻ്റെ സ്ഥാനമാനങ്ങളിലുള്ളവരോ അവിടെ അവരെ പ്രതിഷ്ഠിക്കുക. ഇതൊക്കെ ഒരു മാനദണ്ഡങ്ങളുണ്ട്. അതായത് ഒരു ആശാ വർക്കർ എന്ന് പറയുമ്പോൾ പതിറ്റാണ്ട് അല്ലെങ്കിൽ ഇപ്പം തന്നെ ഈ കൊല്ലത്ത് തന്നെ ലേഖ എന്ന് പറയുന്ന ഈ ഒരു ആശാ വർക്കർ, അവർ 17 വർഷമായി ഇടമുളക്കൽ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ സേവനമനുഷ്ഠിക്കുന്നു. അവരെ അവിടുന്ന് മാറ്റി 5 കിലോമീറ്റർ അകലെയുള്ള പുതിയ വാർഡ് രൂപീകരിച്ച് ആ വാർഡിലേക്കാണ് ഇപ്പോൾ അവരെ സ്ഥലം മാറ്റാനുള്ള നീക്കം. അപ്പോൾ അവിടെ ഒരു മഹിളാ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ അവിടെ കൊണ്ടുവരികയാണ്. അവിടെ താമസിക്കുന്ന വ്യക്തിയുമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഇത് സംസ്ഥാനത്തുടനീളമുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ആശാ വർക്കർമാരുടെ ജില്ലാ കമ്മിറ്റി ചേർന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉയർന്നു വന്നത്. അവിടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. ഇത് എല്ലാ ജില്ലയിലും ഇപ്പോൾ ആശാ വർക്കർമാരുടെ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്ത് ആ കമ്മിറ്റികൾ ചേർത്തുകൊണ്ടിരിക്കുന്നു. അതിൽ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള പരാതിയാണ് ഉന്നയിക്കാനുള്ളത്. ഒരു ഭാഗത്ത് ഈ ആശാ വർക്കർമാരെ UDF പറഞ്ഞു പറ്റിച്ചു. 21,000 രൂപ അധികാരത്തിൽ കയറുന്ന പിറ്റേന്ന് ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞ VD സതീശൻ ഇപ്പോൾ അതെല്ലാം മറന്ന് ആദ്യ ബജറ്റിൽ എന്താണ് അവർക്ക് നൽകിയെന്നുള്ള അല്ലെങ്കിൽ ആദ്യത്തെ പ്രഖ്യാപനം എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഒരു വർഷത്തിനകം ഞങ്ങൾക്ക് 21,000 രൂപ ആക്കണം എന്നുള്ള ഒരു വലിയ തിട്ടൂരം, ഒരു ഭീഷണി ആശാ വർക്കർമാർ ഉന്നയിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് UDF അനുകൂലമായിട്ടുള്ള ആശാ വർക്കർമാരായിരുന്നല്ലോ സമരത്തിലുണ്ടായിരുന്നത്. അല്ലാതെ അവർക്ക് ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ളവരോ ഒന്നും ആയിരുന്നില്ല. BJPയും കോൺഗ്രസും SUCയും ചേർന്നിട്ടാണ് തുടക്കത്തിൽ ഇവിടെ സമരം ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ CITU, ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU ഇപ്പോൾ സമര രംഗത്തേക്ക് പോകുന്നു. നിലവിൽ സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദാനങ്ങളും നടപ്പിലാക്കുന്നില്ലെന്ന് മാത്രമല്ല, രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി യാതൊരു അർഹതയില്ലാത്ത, യോഗ്യതയില്ലാത്ത ആളുകളെ 17 വർഷം അല്ലെങ്കിൽ 20 വർഷമായി ആശാ വർക്കർമാരായി സേവനമനുഷ്ഠിക്കുന്നവരെ അവിടെ മാറ്റി അവരുടെ ഇഷ്ടക്കാരെ അവിടെ നിയമിക്കാനുള്ള ഒരു നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ ആശാ വർക്കർമാർ കേരളത്തിലെമ്പാടും CITUവിൻ്റെ നേതൃത്വത്തിൽ സമരത്തിന് ഒരുങ്ങുന്നത്. വരും ദിവസങ്ങളിൽ അപ്പോൾ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് പോകാൻ തന്നെയാണല്ലേ ആശാ വർക്കർമാരുടെ തീരുമാനം? ഒരു ഭാഗത്ത് സർക്കാരിന്റെ വഞ്ചന, മറുഭാഗത്ത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ അവരുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. അതെ, അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ഇവിടെ മാത്രമല്ല, എല്ലാ ജില്ലകളിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്. ഇതിലൊന്നും ഒരു സ്ഥലം മാറ്റം പോലും സുതാര്യമാക്കിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷം അതിൽ പോലും ഒരു അഴിമതിയോ ചീത്തപ്പേരോ കളങ്കമോ ഉണ്ടാകരുത് എന്ന് കരുതിയിട്ട് എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ടാക്കി, അതിൽ ഈ ഓൺലൈനിലൂടെയുള്ള ക്രോഡീകരിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കി അവിടെ ഒരു നേതാക്കളുടെയോ അല്ലെങ്കിൽ സർവീസ് സംഘടനകളുടെയോ അല്ലെങ്കിൽ ആരുടെയും തന്നെ ഒരു ശുപാർശയും ഇല്ലാതെ അർഹതയുള്ളവർക്ക് ജോലി അതാത് സ്ഥലങ്ങളിൽ കിട്ടുന്ന മുൻഗണനാ ക്രമം അനുസരിച്ച്, സീനിയോറിറ്റി അനുസരിച്ച് വരുന്ന തരത്തിലൊക്കെയാണ് ഇവിടെ സ്ഥലം മാറ്റം പോലും കഴിഞ്ഞ 10 വർഷം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതെല്ലാം ഇപ്പോൾ അട്ടിമറിക്കുകയാണ്. സകല സിസ്റ്റംസും അട്ടിമറിക്കുന്നു. അവരുടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക്, രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മുഴുവനും ഇതെല്ലാം മാറ്റിക്കൊണ്ട് സുതാര്യത എന്ന് പറയുന്നത് മുഴുവനും കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്നിവാസം എന്ന് പറയുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയമായി ആരെയും ആർക്കും എപ്പോഴും എവിടെയും നിയമിക്കാമെന്ന് കാട്ടിത്തരികയാണ്. എന്താണ് രാഷ്ട്രീയം എന്നുള്ളത് കാട്ടിത്തരികയാണ് ഇപ്പോൾ UDF. താങ്ക് യു രാജ്കുമാറാണ് കൊല്ലത്ത് നിന്ന് നമ്മളോട് ഈ കാര്യങ്ങൾ സമഗ്രമായി തന്നെ സംസാരിച്ചത്. ആശാ വർക്കർമാർ വലിയ സമരങ്ങളിലേക്ക് പോകാനുള്ള ഇടപെടലാണ് അല്ലെങ്കിൽ നീക്കത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്.